എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ആദ്യത്തെ വികൃതിയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. കുസൃതി, എന്തെങ്കിലും കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ അതെല്ലാം നോക്കിയിരിക്കാനായിട്ട് ചിലരൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ മൂത്തവരെല്ലാം. അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലൊരു എപ്പോഴും എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്നതാണ് ഒരു കുരുടൻ. എന്ന് അവർ പറഞ്ഞു കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് കുരുടനാണെന്ന്. ബ്ലൈൻഡ്. അവർ ഭിക്ഷാടനത്തിന് വരും, ഇതൊരു പിച്ചക്കാരൻ. അപ്പോൾ കാശൊക്കെ ഇട്ട് കൊടുക്കും. ആ നാണയം വീഴുന്ന ശബ്ദം കേൾക്കാൻ നല്ല ശബ്ദം അപ്പോൾ എനിക്കൊരു കൗതുകം, ഇങ്ങേർക്ക് കണ്ണ് കാണാമോ ഇല്ലയോ എന്ന്. ഞാൻ കുട്ടിയല്ലേ, എനിക്കൊന്നും അറിയില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഞാനൊരു കമ്പോടിൻ്റെ കഷ്ണം, കമ്പോട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഈ ചട്ടിയൊക്കെ പൊട്ടിയ കഷ്ണം, ആ കഷ്ണം എടുത്ത് അങ്ങേരുടെ പ്ലേറ്റിലിട്ടു. പിന്നെ പറയണോ പൂരം, എൻ്റെ വികൃതി, എൻ്റെ കുസൃതി. ഞാനൊരു കോമാളിയായി, ഞാൻ ആരൊക്കെയോ ആയി. ഞാനങ്ങനെ ആദ്യമായിട്ട് ഏറ്റവും വലിയ വികൃതിയായി മാറി, എൻ്റെ കുസൃതിയായി മാറി. ഞാനൊരു വേറിട്ടൊരു സ്വഭാവമായി, ആർക്കും മനസ്സിലാവാതെ. വിരോധാഭാസമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം വിപരീതമായിട്ടാണ് എൻ്റെ സംസാരവും. എല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പോഴും. ഒന്നും മനസ്സിലാകാതെ, എന്നെ മനസ്സിലാക്കാത്ത കുറേ എന്താ പറയുക, എനിക്കൊന്നും പറയാനറിയില്ല, ഒന്നും എനിക്കിപ്പോൾ പറയാൻ കിട്ടുന്നില്ല. എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയവർ, അതാണിപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഒരു കരട് ആയി മാറി എന്ന് വേണം. എൻ്റെ തോന്നലാണ് കേട്ടോ, എൻ്റെ അഭിപ്രായമാണത്. എൻ്റെ ചെറുപ്പകാലത്തെ വിചാരങ്ങൾ മാറാതെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വിചാരമാണത്. ഇപ്പോഴും ഞാനങ്ങനെ തന്നെ, ഞാൻ എൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്കന്ന് അറിവില്ലാത്ത പ്രായമാണത്. അപ്പോൾ നമ്മൾ പലതും ചെയ്യുമല്ലോ, അറിവില്ലായ്മ കൊണ്ട് പലതും ചെയ്യും. ചില നേരത്ത് ഓർക്കും അറിവ് വെച്ചത് ഒരു പ്രശ്നമായോ എന്നോർക്കും. കുപ്പുകയോടെ ലക്ഷ്മി.